സാഹചര്യങ്ങൾക്കനുസരിച്ച് കഥ പറയാൻ കഴിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സീരീസാണ് സ്റ്റോറീസ് ഫോർ യു. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കഥകളായിട്ട് അവതരിപ്പിക്കപ്പെട്ടുന്ന കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അങ്ങനെ ഓരോ വീഡിയോയിലും ഓരോ കഥയുണ്ടാവും. ഇന്നത്തെ കഥ 3 monkeys. ഒരു കാട്ടിൽ ഒരു നല്ല തടാകം, ഏറ്റവും വലിയൊരു തടാകം. അറിയാലോ, ഈ തടാകത്തിന് ചുറ്റുമാണ് പൊതുവെ എല്ലാ മൃഗങ്ങളൊക്കെ ഉണ്ടാവുക. ആ തടാകത്തിൻ്റെ ഏകദേശം നടുക്ക് ഒരു വലിയ മരം വെച്ച് കഴിഞ്ഞാൽ ഒരു 100 വർഷമെങ്കിലും പഴക്കം വരുന്ന വലിയൊരു മരം. അതിൻ്റെ ഒരു ചില്ല വലുതായി നേരെ നമ്മുടെ തടാകത്തിൻ്റെ നടുക്ക് ഏകദേശം മധ്യഭാഗം വരെ വളർന്നു നിൽക്കുന്ന വലിയൊരു മരച്ചില്ലുണ്ട്. അപ്പോൾ ഈ കാട്ടിലുള്ള കുട്ടിക്കുരങ്ങന്മാരുണ്ട്. ആ കുട്ടിക്കുരങ്ങന്മാരെ പ്രധാനപ്പെട്ട പരിപാടി എന്നറിയോ, പതുക്കെ വലിഞ്ഞ് മരത്തിൽ കയറുക, എന്നിട്ട് പതുക്കെ നടന്ന് ഈ ചില്ലയിലേക്ക് പോവുക, എന്നിട്ട് നേരെ വെള്ളത്തിലേക്ക് ചാടുക. ഒരു കണക്കിന് നോക്കിയാൽ നമ്മുടെ കുട്ടിക്കുരങ്ങന്മാരുടെ വാട്ടർ തീം പാർക്കാണ് ഈ മരം. അങ്ങനെ ഒരു ദിവസം ഉച്ചയ്ക്ക് 3 കുട്ടിക്കുരങ്ങന്മാർ വലിഞ്ഞ് മരത്തിന് മുകളിൽ കയറി പതുക്കെ നടന്ന് ഈ ചില്ലയിലേക്ക് വന്ന് ഇങ്ങനെ താഴേക്ക് നോക്കി നിൽപ്പാണ്. താഴെ നോക്കുമ്പോൾ നല്ല കളറുള്ള മീനുകൾ ഇങ്ങനെ പതുക്കെ നീന്തി പോകുന്ന കാണാം. അവിടെയുള്ള കുഞ്ഞു ചെടികളൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന കാണാം. ഇതെല്ലാം കണ്ടിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ നടുക്കിരുന്ന കുരങ്ങൻ നേരെ വെള്ളത്തിലേക്ക് ചാടാൻ തീരുമാനിച്ചു. അപ്പോൾ ബാക്കി ഇനി എത്ര കുരങ്ങന്മാരുണ്ട്? 2 അല്ല 3. കാരണം നടുക്കിരുന്ന കുട്ടിക്കുരങ്ങൻ ചാടാൻ തീരുമാനിച്ചതേ ഉള്ളൂ, ചാടിയില്ല. അപ്പം നമ്മുടെ കൂട്ടത്തിലും ഇതേപോലെ കുറേ ആൾക്കാരുണ്ട്. എല്ലാം ചെയ്യാൻ റെഡിയാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരിതുവരെ ചാടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ നമ്മൾ ചാടിക്കണം. ഇതാണ് ആ സ്റ്റോറി. ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഇങ്ങനെ പ്ലാനിങ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ആക്ഷൻസ് ആണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. ഒരു നല്ലൊരു ടീമാണുള്ളത്. പക്ഷേ അതിനകത്ത് ചില ആൾക്കാർ മാത്രം ഉഴപ്പുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊക്കെ പറയാവുന്ന ഒരു സ്റ്റോറിയാണ് ഈ 3 monkeys സ്റ്റോറി. ഈ കഥ നിങ്ങളുടെ ടീം മെമ്പറോട് പറയുമ്പോൾ ഒരു ടിപ്പ് കൊണ്ട് ശ്രദ്ധിക്കണം. കാരണം അവരെ കൊണ്ട് 2 എന്ന് പറയിക്കണം, 3 എന്ന് പറയാതെ 2 എന്ന് പറയിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആ ജസ്റ്റ് അത് ബാക്കി എത്ര കുരങ്ങന്മാരോട് ചോദിക്കുമ്പോൾ ഈ 2 എന്ന് ഇങ്ങനെ കൈയെടുത്ത് കാണിക്കുന്നത്. ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് നല്ലൊരു സ്റ്റോറി ടെല്ലർ ആകാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഇങ്ങനെയുള്ള ഉഴപ്പന്മാരുടെ കൂടെ അല്ലെന്നുണ്ടെങ്കിൽ പ്ലാനിങ് മാത്രമായിട്ട് ഇംപ്ലിമെന്റേഷൻ ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോറി പറഞ്ഞു. പുതിയൊരു സ്റ്റോറിയായിട്ട് സ്റ്റോറി ഫോർ യുവിൽ പിന്നെയും കാണാം.